ഒരു രാജാവ് പിപ്പ എന്ന പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈശ്വരനെ അറിയണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ടുന്നത്ര വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും രാത്രി ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നപ്പോഴും അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ കൊട്ടാരത്തിന് മുകളിൽ ഇങ്ങനെ ശബ്ദം കേട്ടു. അത് കേട്ടപ്പോൾ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ശബ്ദം വന്നു, ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മുതലാളിമാരാണെന്ന്. അവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒട്ടകത്തെ തിരയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, വിഡ്ഢികളെ, കൊട്ടാരത്തിന് മുകളിലാണോ ഒട്ടകത്തെ തിരയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം വന്നു, രാജാവേ, ആരാണ് വിഡ്ഢികൾ? കൊട്ടാരത്തിന് മുകളിൽ ഒട്ടകത്തെ തിരുന്ന ഞങ്ങളാണോ, അതെങ്കിൽ പട്ടുമെത്തിയിൽ കിടന്ന് ഈശ്വരനെ തിരുന്ന താങ്കളാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഷോക്കായി രാജാവിന്. അപ്പോൾ മോള് 2 മഹാത്മാക്കളായിരുന്നു രാജാവിനെ പഠിപ്പിക്കാൻ വന്ന 2 മഹാത്മാക്കൾ. രാജാവ് ചാടി എഴുന്നേറ്റ് ഉടനെ കൊട്ടാരത്തിൽ ഇറങ്ങിപ്പോയി വലിയൊരു മഹാത്മായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അത് ഭർത്തൃഹരി. ഈ രണ്ട് മഹാത്മാക്കളും ക്രമേണ അവസാനം ഗുരുവിനെ സമീപിച്ചുകൊണ്ട് സാക്ഷാത്കാരം നേടിയെന്നാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മിനിമം വൈരാഗ്യം വേണം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മയെപ്പോലെ അതിനാണ് അമ്മ സദ്ഗുരു മാത എന്ന് പറയാനുള്ള കാരണം അമ്മയ്ക്ക് നമ്മുടെ ലെവൽ അറിയാം. പെട്ടെന്ന് അങ്ങനെ അത്ര തീവ്രമായ വൈരാഗ്യം എൻ്റെ മക്കൾക്കില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ക്രമേണ അമ്മയുടെ ഒരു ഭാവം എടുത്തിട്ട് അത്യാവശ്യം നമുക്ക് തരും. അങ്ങനെ ക്രമേണ നമുക്ക് കാര്യങ്ങൾ ഉപദേശം നൽകും. മക്കളെ, ഇത് രക്ഷബോധം വേണം. അപ്പോൾ ക്രമേണ നമുക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതി, വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വിഷമമില്ല. അപ്പോൾ അമ്മയുടെ ആ സ്നേഹം, വാത്സല്യം, ശുദ്ധമായ വാത്സല്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് ഒരു സംഭവം നടന്നു. ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ 1986 ഞാൻ വന്ന് അമ്മയുടെ അടുത്തിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പഴയ വീട്ടുകാർ ചോദിച്ചു, എന്താണ് അമ്മ വല്ലതും അത്ഭുതം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ നമ്മൾ മഹാത്മാക്കളെ അളക്കുന്നത് അവർ അത്ഭുതം കൊണ്ടാണ്, മിറക്കിൾസ്. അപ്പം പഴയ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു, അമ്മ വല്ല അത്ഭുതം കാണിച്ചിട്ടുണ്ടോ എന്ന്. ഒരു വലിയ അത്ഭുതം കാണിച്ചിട്ടുണ്ടെന്നുണ്ട്. എന്താണ്? ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് അമ്മയ്ക്കാണ് അവിടെ ഇരുന്നിരുന്ന് അവസാനം 2 മണിയായി, ഊണ് കഴിക്കാൻ മറന്നുപോയി. ഇതൊരു എൻ്റെ പഴയ വീട്ടുകാരെ സംബന്ധിച്ചോളം വലിയൊരു അത്ഭുതമാണ്. ഈ പഴയ വ്യക്തി കറക്റ്റായിട്ട് നന്നായിട്ട് കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അമ്മയുടെ അടുത്ത് വന്നിട്ട് ഊണ് കഴിക്കാൻ മറന്നു പോകാമെന്ന് പറഞ്ഞൊരു മഹാത്ഭുതമാണത്. കാരണം എല്ലാം മറന്നു പോകുന്നതാണ്. നമുക്ക് എനിക്ക് മാത്രമല്ല പല ഭക്തന്മാർക്കുള്ള അനുഭവമാണ്. ഒരു ലിസ്റ്റും കൊണ്ടാണ് വരുന്നത്. ഇത്ര പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അമ്മയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും. പിന്നെ പുറത്തെത്തിക്കഴിഞ്ഞാൽ അയ്യോ, ഞാൻ അമ്മയുടെ കാര്യം ചോദിക്കാൻ അന്ന് മറന്നുപോയി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പർവ്വതത്തിന് ഒരു ഗുണമുണ്ട്. നമ്മുടെ പർവ്വതം നമ്മുടെ എന്താണ് സന്ത് തുളസിദാസ് അദ്ദേഹത്തിൻ്റെ രാമചരിതമാനസ്, തുളസിദാസ് രാമായണത്തെ അദ്ദേഹം ഇപ്രകാരം പറയാണ്, 5 കാര്യങ്ങളാണ് മനുഷ്യനെ സേവിക്കുന്ന 5 കാര്യങ്ങൾ. സ്വയം മറന്ന് ഒന്നും ഇച്ഛിക്കാതെ സ്വയം മറന്നുകൊണ്ട് മനുഷ്യന്മാരെ സേവിക്കുന്ന 5 കാര്യങ്ങൾ. 1 സന്ത് വിടപ്പ് സരിത ഗിരിധരിണി സബഹിത് ഹേതു പരഹി സബഹികരണി എന്നാണ്. സന്ത് വിടപ്പ് സരിത ഗിരിധരിണി പരഹിത ഹേതു സബഹികരണി. തുളസിദാസ് പറയാണ് 5 കാര്യങ്ങൾ പരഹിത ഹേതു, മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് ഈ 5 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? സന്ത് മഹാത്മാക്കൾ, വിടപ്പ് വൃക്ഷം, സരിത നദി, ഗിരി ഈ പർവ്വതം, ധരണി ഭൂമിദേവി. ഈ 5 കാര്യങ്ങൾ സന്ത് വിടപ്പ് സരിത ഗിരിധരണി. ഈ 5 കാര്യങ്ങൾ പരഹിത ഹേതു, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ സന്ത് മഹാത്മാക്കൾ, വിടപ്പ് വൃക്ഷത്തിന് എന്തുകൊണ്ട് നമുക്ക് പ്രകാരം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് വൃക്ഷമെല്ലാം നമുക്ക് നൽകുന്നു. സന്ത് വിടപ്പ് സരിത നദിക്ക് നമുക്ക് നമുക്ക് വെള്ളം തരും, കൊടിവെള്ളം തരുന്നു. പിന്നെ നമ്മുടെ കൃഷിക്ക് വെള്ളം തരുന്നു. അത് പകരം നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാനും പറ്റില്ല. സന്ത് വിടപ്പ് സരിത ഗിരി. ഈ പർവ്വതത്തിന് അവിടെ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ കുറവാണ്. പർവ്വതം അതിൽ പ്രഷ്യസ് ജെംസ് എന്ന് പറയും, രത്നങ്ങളുണ്ട് പർവ്വതത്തിൽ. അതുകൂടാതെ നമുക്ക് അറിയാതെ എണ്ണമറ്റ ഹെർബൽ പ്ലാന്റ്സ് ഉണ്ട്, അത് നമുക്കറിയില്ല. നമ്മുടെ ആയുർവേദത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന 7000 ഹെർബൽ പ്ലാന്റ്സ് ഉണ്ട്. അത് പലതും പർവ്വതത്തിന് മുകളിലാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഋഷീശ്വരന്മാർ ധ്യാനിക്കുന്നവർ ഒരു ചെടിയെ തൊട്ടടുത്തിരിക്കും. ഇതിൽ
അനേക സമയം ധ്യാനിച്ചിട്ട് വിശപ്പ് വരികയാണെങ്കിൽ ഒരു ഇല കടിച്ചു തിന്നും, പിന്നെ വിശപ്പുണ്ടാവില്ല, ഇങ്ങനെ പറയും. അങ്ങനെ പലതരത്തിലുള്ള ഹെർബൽ പ്ലാന്റ്സ് അത് ഈ അത് പർവ്വതത്തിന് മുകളുണ്ട്. അതുപോലെ ധരണി, ഭൂമിദേവി നമുക്ക് എന്തെല്ലാം തരുന്നു, നമുക്ക് പകരം എന്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും? ഒന്നും സാധിക്കില്ല. അപ്പോൾ ഇത് ഈ ആ പർവ്വതത്തിൻ്റെ ആ ഗുണം, പർവ്വതം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ തീരണം. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ഈശ്വരൻ മാത്രമാണ് എന്നാണ്.